ഹലോ നമസ്കാരം. ദിസ് ഈസ് മീ അർജുൻ കൊടുവത്ത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൻ്റെ അപ്ലിക്കേഷൻസ് എങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയാണ് ഒരു SIP ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ പറഞ്ഞു നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം നോർമലി ഒരാൾക്ക് ജോലിയുള്ള ഒരാൾ അല്ലെങ്കിൽ വരുമാനമുള്ള ഒരാൾക്ക് ഈസിലി ആക്സസബിൾ അല്ല എന്നാണ് തോന്നൽ. അതായത് ഒരു ഡിമാറ്റ് അക്കൗണ്ടോ, ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർസ് ബൈ ചെയ്യാനും സെല് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ട്, ഇപ്പോൾ സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ പോലുള്ള അക്കൗണ്ട്സ് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം അത് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കലി ഇതെങ്ങനെ ചെയ്തെടുക്കണം, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണം, അവിടെയാണ് നമുക്കൊരു സ്റ്റക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതങ്ങ് ബ്രേക്ക് ചെയ്യാം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറയുന്നത് സെറോദയാണ്. ഇപ്പോൾ സെറോദയിലാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സെറോദയുടെ മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെറോദ കോയിൻ എന്നാണ്. അപ്പോൾ നമുക്ക് സെറോദ കോയിൻ നമ്മൾ ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, സെറോദ കോയിൻ്റെ ഫസ്റ്റത്തെ കാണുന്ന ടാബിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ എക്സ്പ്ലോർ എന്നുള്ളത്. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി സെറോദയിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ടും കോയിൻ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടും ഇപ്പോൾ എനിക്ക് എൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏതിലേക്കാണ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹോൾഡിങ്സ് ഏതിലേക്കാണുള്ളത്, ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ പരാഗ് പരീഖും അതേപോലെ മോത്തിലാൽ ഒസ്വാളിൻ്റെയും രണ്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതല്ലാതെ തന്നെ നമുക്ക് ഗ്രോ 2-3 അക്കൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിലവിലുള്ളത് ഒരെണ്ണം പരാഗ് പരീഖും ഒരെണ്ണം മോത്തിലാൽ ഒസ്വാളിൻ്റെ മൈക്രോ ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ടുമാണ് ഉള്ളത്. ഓക്കെ, ഇത് ഓൾറെഡി എനിക്കുള്ളത്. ഇനി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഫണ്ട് സെലക്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് തന്നെ ഇപ്പോൾ പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഫണ്ടാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ എന്ത് ചെയ്താൽ മതി, സെർച്ച് ടാബിൻ്റെ അവിടെ വന്നിട്ട് സെർച്ച് ചെയ്താൽ. ഇപ്പോൾ പരാഗ് പരീഖ് ആണെന്നുണ്ടെങ്കിൽ പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫണ്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അവൈലബിൾ ആയി. ഇപ്പോൾ കറണ്ട് NAV എന്ന് പറയുന്നത് 93 ആണ്. ഇപ്പോൾ ലാസ്റ്റ് 1 ഇയറിൻ്റെ CAGR എന്ന് പറയുന്നത് 6%. നമുക്കൊരു 3 ഇയറിൻ്റെയിലേക്ക് പോകാം, 22%ൻ്റെ CAGR ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഡാറ്റ പാസ്റ്റിലേക്ക് വേണം, 5 ഇയറിലേക്ക് എടുത്തു, 22.9 ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് 5 ഇയറിൻ്റെ ഡാറ്റ എടുത്ത സമയത്ത് CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 22.90 ആണ് പെർസെൻറ്റേജ് വൈസ്. ഓക്കെ, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. 1000 റുപ്പീസ് ആണ് ഇതിൻ്റെ അകത്ത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എമൗണ്ട് 1000 രൂപയാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഫണ്ടിനും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 100 റുപ്പീസിൽ വരെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളുണ്ട്. 100-ലുണ്ട്, 500-ലുണ്ട്, 300-ലുണ്ട്, അല്ലെങ്കിൽ 1000-ലുണ്ട്. ഇനിയിപ്പോൾ 5000 ഒക്കെ മിനിമം എമൗണ്ട് വരുന്നത്. ഇപ്പോൾ UTI Nifty 50 ഒക്കെ ചിലപ്പോൾ 5000 ആയിരിക്കും മിനിമം ഉണ്ട്. അപ്പോൾ ആ ഫണ്ട് ചൂസ് ചെയ്യുന്നത്, അപ്പോൾ അവരാ ഫണ്ട് മാനേജർ പറയുന്നത് നിങ്ങൾ നമ്മളെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര വേണം. പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിൽ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫണ്ട് ഏതാണോ അതിനനുസരിച്ച് അവിടെ മിനിമം എമൗണ്ട് മാറും. ഓക്കെ, ഇതിൻ്റെ അകത്ത് എക്സിറ്റ് ലോഡ് കാണിക്കുന്നത് 2%-ഉം എക്സ്പെൻസ് റേഷ്യോ കാണിക്കുന്നത് 0.63 ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ബൈ ആൻഡ് SIP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട്, ഇപ്പോൾ ഈ ഫണ്ട് മൂവ് ചെയ്യുന്നതിൻ്റെ NAV വാല്യൂ ഇയർലി വെച്ചിട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 21-ലാണെന്നുണ്ടെങ്കിൽ 48 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അത് 22, 23-ലേക്കൊക്കെ എത്തുന്ന സമയത്തേക്ക് 52-ലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നപ്പോൾ നിലവിലെത്തുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഒക്ടോബർ 1-ലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 93 ആണ് ഇതിൻ്റെ NAV വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ പരാഗ് പരീഖിൻ്റെ ഫണ്ട് മാനേജർ മിസ്റ്റർ രാജീവ് താക്കർ, അപ്പോൾ ഫണ്ട് മാനേജർ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് മിസ്റ്റർ രാജീവ് താക്കർ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫണ്ട് മാനേജറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലെക്സി ക്യാപ്പാണ്. അപ്പോൾ അത്യാവശ്യം വെരി റിസ്ക്, അതായത് ഹൈ റിസ്ക് ഉള്ള ഒരു കാറ്റഗറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, പല അസറ്റ് കാറ്റഗറിയിലുള്ള എല്ലാതും വരുന്നുണ്ട്. അപ്പോൾ അതിനോടനുസരിച്ച് തന്നെ റിസ്ക് കൂടുതലാണ്. വൺസ് നമ്മൾ മനസ്സിലാക്കുന്ന റിസ്ക് കൂടുതലുള്ളിടത്ത് റിവാർഡും കൂടുതലായിരിക്കും. ഇപ്പോൾ നിലവിൽ ലാസ്റ്റത്തെ ഒരു 1 ഇയറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു 5 ഇയറിൻ്റെ ഇടയിലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സി ക്യാപ്പിലൊക്കെ ടോപ്പ് റേറ്റിംഗ് ഉള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് റേറ്റിംഗ് ഉള്ള ഒരു കമ്പനിയാണ് പരാഗ് പരീഖ് എന്ന് പറയുന്നത്. അസറ്റ് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങൾക്ക് ഈ ഫണ്ട് മാനേജർ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അസറ്റുകൾ, ഇപ്പോൾ ഫൈനാൻഷ്യൽ സെക്ടറിലാണ് അവർ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ 18% കൊടുത്തിട്ടുള്ളത്. ഫോറിൻ സെക്യൂരിറ്റീസിൽ അവർ ഇൻവെസ്റ്റഡ് ആണ്, 11%-ൻ്റെ ഉണ്ട്.
ഇനി നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സെക്ടറുകളിൽ നിന്ന് അവർ ഫണ്ട് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഓവറാൾ ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മളുടെ അടുത്ത് പൂൾ ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന 1000 രൂപ അതുപോലെ ആ പരാഗ് പരി ഫ്ലെക്സി ക്യാപ്പിൻ്റെ അകത്ത് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഓരോരുത്തരുടെയും എമൗണ്ട് ഈ ഫണ്ട് മാനേജർ അവിടെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ അലോക്കേഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ. ഇതൊക്കെ ട്രഷറി ബില്ലും കൊമേഴ്ഷ്യൽ പേപ്പർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിക്സഡ് റിട്ടേൺസ് കിട്ടുന്ന ഡെറ്റ് ഫണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഡെറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഫിക്സഡ് ആയിട്ട് റിട്ടേൺസ് കിട്ടും. ഇപ്പോൾ ട്രഷറി ബില്ലാണെങ്കിൽ 6 മന്തിൻ്റെ അല്ലെങ്കിൽ 1 ഇയറിൻ്റെ അല്ലെങ്കിൽ 3 മന്തിൻ്റെ ഒക്കെ ബില്ലായിരിക്കും. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് റിട്ടേൺസ് ആയിരിക്കും. എന്നാൽ അതല്ലാതെ തന്നെ വരുന്ന പല സാധനം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലുണ്ട്, അതേപോലെ ആ ഒരു ഹോൾഡിംഗ് കമ്പനീസിലുണ്ട്. ഇതിലൊക്കെ ലെസ് ദാൻ 1% ഉള്ളു. എത്ര വരെ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വരെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഫൈനാൻഷ്യൽ സെക്ടറിലാണ് പരാഗ് പരീഖിൻ്റെ ഒരു നല്ലൊരു പോർഷൻ, അതായത് അതൊരു 100% എന്നുള്ളതിൽ 18.79 എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്ന ഫൈനാൻഷ്യൽ സെക്ടറിൽ നിന്നാണ്. ഇപ്പോൾ ഇവരെ ഈ അലോക്കേഷൻ മാറുന്നതിന് അതിൻ്റെ അകത്തുള്ള കമ്പനീസ്, ഏതൊക്കെ കമ്പനീസാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം ക്വാർട്ടർലി അല്ലെങ്കിൽ എല്ലാ മന്ത്ലിയൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എത്രത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെ കമ്പനിയിൽ എത്രത്തോളം പോയിട്ടുണ്ട്, ഇപ്പോൾ ഏത് ഡേറ്റിലാണ് ഇത് വരുന്നത്, ആ ദിവസം അടക്കം, ഇപ്പോൾ 5/2/22, ഓക്കെ 25, 26, ഇപ്പോൾ ഇത് അടക്കമുള്ളത് അവരെന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അത്ര നമുക്ക് വിസിബിൾ ആണ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് സുഖമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവർ കൊടുക്കണം എന്നുള്ളത് റൂളുമാണ്. അതായത് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പോൾ അവരെ ഫണ്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു, എന്തെല്ലാം ഡീറ്റെയിൽസ് വരുന്നു എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് ഒരു റൂൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് ഹൗസിനെ ട്രാക്ക് ചെയ്യാം, അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റത്തെ ചോദ്യം, നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. പറഞ്ഞു മിനിമം എമൗണ്ട് ഏത് ഫണ്ടിനും ഉണ്ടാവും. ഇത് നമ്മൾ ചൂസ് ചെയ്ത ഫണ്ടിൽ നമുക്ക് 2 രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇപ്പോഴും നിലവിൽ എല്ലാവരെയും ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എന്താണ് ലംസം, എന്താണ് SIP. ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ തവണ വലിയൊരു എമൗണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം, 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം ഉണ്ട്, ഞാനിതൊരു 1 ടൈം ആയിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ പരാഗ് പരിയിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, ഇതിനാണ് ഒറ്റ തവണയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ലംസം എന്ന് പറയുന്നത്. എന്നാൽ ഇനി SIP എന്താണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവറി മന്ത് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻ്റ് ആയുള്ള ടൈം ഇൻ്റർവെൽ, കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ എമൗണ്ട് കൃത്യമായ ഡേറ്റിൽ നിക്ഷേപിക്കുന്നതിനാണ് സിസ്റ്റമാറ്റിക്. അത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ മാത്രമല്ല സ്റ്റോക്കിലെല്ലാം ചെയ്യാൻ പറ്റും. SIP ചെയ്യാന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ മാത്രമല്ല, നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് ഇക്വിറ്റിയിൽ നമുക്ക് നടത്താൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കൃത്യമായിട്ടുള്ള ഇടവേളകൾ, കൃത്യമായിട്ടുള്ള ഫണ്ട്, കൃത്യമായിട്ടുള്ള ഡേറ്റ് നമ്മൾ അതിലേക്ക് നിക്ഷേപിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എത്രയാണ് യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. അതിൻ്റെ പുറത്തേക്ക് എത്രയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ 1000ൻ്റെ മൾട്ടിപ്ലിക്കേഷനിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ 1000 കഴിഞ്ഞാൽ 1500 2000 ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ അത് 3000 ആയിരിക്കും, 4000 ആയിരിക്കും. ഇതിൻ്റെ ഇടയിലൊരു എമൗണ്ട്, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു 1220 രൂപയുണ്ട്, നോ, അത് പോസിബിൾ അല്ല. 1000 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അഡീഷണലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇതിൽ മാത്രമേ നമുക്കിത് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലാതെ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 1250 രൂപ ഉണ്ടെങ്കിൽ അത് ടോപ്പ് അപ്പ് ചെയ്യാൻ കഴിയില്ല. അതിൽ എത്രയാണോ ഫിക്സഡ് പറയുന്നത് അതിൻ്റെ റൗണ്ട് ഫിഗറിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് UPI ട്രാൻസാക്ഷൻ വഴി ചെയ്യാം. ഇനി അതല്ല നെറ്റ് ബാങ്കിങ് ആണ്, ഇനി അതല്ലെങ്കിൽ NEFT ആണ്, അല്ലെങ്കിൽ RTGS ആണ്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ ഇതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലംസം അല്ല ചെയ്യുന്നത്, SIP ആണ് ചെയ്യുന്നത്. SIP ആണ് ചെയ്യുന്നതെങ്കിൽ SIP എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാൻഡേറ്റ് ചെയ്യാം. ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ നമ്മൾ ചൂസ് ചെയ്യണമെന്നില്ല. നമുക്കിത് എന്ത് ചെയ്യാം, മന്ത്ലി ഫ്രീക്വൻസി ആണോ അല്ലെങ്കിൽ ഇൻ്റർവെല്ലിൽ ഏതാണെന്നുള്ളത് ഫിക്സ് ചെയ്യുക ആദ്യം. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വീക്കിലി അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 1000 വെച്ചിട്ട് പരാഗ് പരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ വീക്കിലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്വാർട്ടർലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഏതാണോ ഫിക്സഡ് ഇൻ്റർവെല്ലിൽ ഏതാണോ ഫ്രീക്വൻസി ചൂസ് ചെയ്യുന്നത് അതിലായിരിക്കും പോകുന്നത്. ഞാൻ ജസ്റ്റ് മന്ത്ലി ആക്കാം. ഓക്കെ, ഇനി ഏത് ഡേറ്റിൽ പോകണം, അപ്പോൾ നമ്മളൊരു ഇപ്പോൾ നിങ്ങൾക്കൊരു സാലറി വരുന്ന ഡേറ്റ് 3-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 4-ാം തീയതിയിലേക്ക് ഇടുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് 1-ാം തീയതി തന്നെ സാലറി വരുന്നുണ്ടെങ്കിൽ 2-ാം തീയതി ഇടാം. ഓക്കെ, നിങ്ങൾക്ക് സാലറി വരുന്നത് 5-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി എന്ത് ചെയ്യുക, ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് ആ ഡേറ്റിലായിരിക്കും പിന്നെ നമ്മൾ പർച്ചേസ് വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് നെക്സ്റ്റ് മന്ത് 6-നായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ കാണുന്നുണ്ട് ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അപ്പ്. ഇവിടെ ഓപ്ഷനില്ല. ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1000-ലാണ് സ്റ്റാർട്ട് ചെയ്തത്,
നമുക്കറിയാം നമുക്കൊരു 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ നമ്മളെ വരുമാനം ഇതായിരിക്കില്ല. ഇപ്പോൾ 1000-നുള്ള നിർവാഹമേ ഉള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കിത് ഇൻക്രീസ് ചെയ്യണം. റൈറ്റ്. ഇപ്പോൾ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ലംസം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1000-ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ 1000 വെച്ചിട്ടാണ് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുക. 1250 പറ്റില്ല, 1350 പറ്റില്ല, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അപ്പിൽ നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട്? നമുക്ക് എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഓക്കെ, അതിൻ്റെ 10% ഇൻക്രീസ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതൽ എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എത്ര പോകും? 1000-ന്റെ 10%, 1100 വെച്ചിട്ടാണ് നമുക്ക് യൂണിറ്റിൽ പർച്ചേസ് കിട്ടുക. അപ്പോൾ അത് അടുത്ത മാസം ഒക്ടോബർ 7 മുതൽ ഇങ്ങനെയാണ് പോവുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ഞാൻ എന്ത് ചെയ്യുക? എനിക്ക് 20% ഇൻക്രീസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ 1200 ആയിരിക്കും. നമ്മളിവിടെ ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? അപ്പോൾ ഡേറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത മാസമല്ല, അപ്പോൾ ഡിസംബറിലല്ല, ഇനി ജനുവരിയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അടുത്ത ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനുവരി മുതൽ എന്ത് ചെയ്യും? ഈ 20% ഇൻക്രീസ് കൂടി നമ്മളെ SIP എമൗണ്ട് വരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1000-ലാണ്, ഇനീഷ്യൽ എമൗണ്ട് 1000 ആണ്. പക്ഷേ അതിൻ്റെ 20% കൂടി, അത് എത്രയാണോ നമുക്ക് ഹൈക്ക് കൊടുക്കാൻ പറ്റുന്നത് അത്രയും കൊടുക്കാം. അപ്പോൾ അത്രയും യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് SIP അതിൽ കൺഫേം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മളെ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുക? UPI ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച നെറ്റ് ബാങ്കിങ്ങോ RTGS ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഓൾറെഡി പരയിൽ ഇൻവെസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൺഫേം എന്ന് കൊടുക്കാതെ. അപ്പോൾ കൺഫേം എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് കൺഫേം എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, SIP ക്രിയേറ്റഡ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി എനിക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ 1000-ന്റെ ഒരെണ്ണം പോകുന്നുണ്ട്. ഇപ്പോൾ 1200 ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ കണ്ടോ. ഇപ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്നത് ഞാൻ 2023 ഡിസംബർ 5-നാണ് കൊടുത്തിട്ടുള്ളത്. 10% വെച്ചിട്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അപ്പ് പോകുന്നത്. ഇതാണ് ഇപ്പോൾ പുതിയ ഫണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, പുതിയ ഫണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റഡ് അല്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിളാണ്. നിങ്ങൾക്ക് സെറോദ യൂസ് ചെയ്തിട്ട് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഇപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ പരാഗ് പരീഖിൻ്റെയാണ്. ഇതിൽ നിങ്ങൾക്ക് വേറെ ഏതും ഇപ്പോൾ HDFC ആവാം. ഇപ്പോൾ നിങ്ങൾക്ക് HDFCൻ്റെ ഓക്കെ, HDFC നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടാണ്. ഓക്കെ, ജസ്റ്റ് അത് സെർച്ച് ചെയ്യാം. ഏതാണോ സെർച്ച് ചെയ്യുന്നത്, ഇപ്പോൾ ആ ഇൻഡെക്സ് ഫണ്ടിൽ ഇപ്പോൾ NAV വരുന്നത് 243 ആണ്. ലാസ്റ്റ് 1 ഇയറിൻ്റെ CAGR വരുന്നത് 1% ആയിരുന്നു. 3 ഇയർ 14%, 5 ഇയർ. ഓക്കെ, ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടോ? വെറും 100 രൂപ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഓക്കെ, വെറും 100 രൂപ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഇവിടെയും സെയിം പ്രൊസീജിയറാണ്. നമുക്ക് SIP പോവാം, അതല്ലെങ്കിൽ ലംസം ആയിട്ട് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്. എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.